മെഡിക്കൽ കോഡറുകളുടെ ആവശ്യം കൂടുതലായതിനാൽ ആരോഗ്യ വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ മെഡിക്കൽ കോഡിംഗ് ഉയർന്ന ഡിമാൻഡുള്ള ഒരു തൊഴിൽ മേഖല തന്നെയാണ്. തൊഴിൽ അവസരത്തിന്റെ കാര്യത്തിലും ഉയർന്ന വരുമാനത്തിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ മേഖലകളിലൊന്നാണ് ഹെൽത്ത് കെയർ. കോവിഡ് സാഹചര്യം മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാണിച്ചതിനാൽ ആരോഗ്യ സംരക്ഷണ വ്യവസായം ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഈ മാറ്റങ്ങൾ കൂടുതൽ നൂതനമാകുന്നതിനാൽ മെഡിക്കൽ മേഖല കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി തൊഴിൽ ഓപ്ഷനുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു ഡൈനാമിക് കരിയർ ഓപ്ഷനാണ് മെഡിക്കൽ കോഡിംഗ്. മെഡിക്കൽ നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു മെഡിക്കൽ കോഡിംഗ്. അതിനാൽ തന്നെ ഭാവിയിൽ ഇന്ത്യയിലെ ആരോഗ്യ മേഖലയുടെ വളർച്ചയ്ക്കും മത്സരാധിഷ്ഠിത നേട്ടങ്ങൾക്കും മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷണലുകളുടെ സഹായം ആവശ്യമാണ്. എന്താണ് മെഡിക്കൽ കോഡിംഗ് എന്ന് നമുക്ക് നോക്കാം. ഓരോ തവണയും ഒരു രോഗി ഒരു ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക് സന്ദർശിക്കുമ്പോൾ മെഡിക്കൽ കോഡിംഗ് പ്രക്രിയയിലൂടെ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നു. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പരിശോധന നടത്തുകയും വ്യക്തിയുടെ മെഡിക്കൽ ചരിത്രം പരിശോധിക്കുകയും ചെയ്യുന്നു. രോഗനിർണയം, നടപടിക്രമങ്ങൾ, സേവനങ്ങൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ആൽഫ ന്യൂമറിക് കോഡുകളാക്കി മാറ്റുക എന്നതാണ് മെഡിക്കൽ കോഡറുടെ ചുമതല. മെഡിക്കൽ ബില്ലിംഗിൽ ഈ കോഡുകൾ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷണൽ ഉറപ്പാക്കണം. അവർ പേപ്പർ വർക്കിൽ നിന്ന് ബിൽ ചെയ്യാവുന്ന വിവരങ്ങൾ വേർതിരിച്ചെടുക്കുകയും ഇൻഷുറൻസ് കമ്പനികൾ അടയ്ക്കേണ്ട ക്ലെയിം തയ്യാറാക്കുകയും ചെയ്യണം. ഒരു മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷണൽ ആകാൻ ഒരു വ്യക്തിക്ക് രോഗങ്ങൾ, ശരീരത്തിന്റെ ശരീരഘടന, ചികിത്സാ നടപടിക്രമങ്ങൾ, രോഗനിർണയ ഉപകരണങ്ങൾ, പരിശോധനകൾ എന്നിവയുൾപ്പെടെയുള്ള മെഡിക്കൽ ടെർമിനോളജിയിൽ നന്നായി അറിവുണ്ടായിരിക്കണം. കൂടാതെ ICD-10CM, HCPCS, CPT തുടങ്ങിയ കോഡുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ചെയ്ത അറിവും ഉണ്ടായിരിക്കണം. മെഡിക്കൽ കോഡിംഗ് മേഖലയുടെ സാധ്യതകളെയും വളർച്ചയും കുറിച്ച് നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷനിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. USA ഏകദേശം 80% മെഡിക്കൽ ബിസിനസ് നടപടിക്രമങ്ങളും നമ്മുടെ രാജ്യത്തിന് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾ ഉയരുന്നതിനാലും ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനാലും തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു തൊഴിലാണ് മെഡിക്കൽ കോഡിംഗ്. ലോകമെമ്പാടുമുള്ള കോഡർമാരുടെ പ്രവർത്തനം എളുപ്പമാക്കുന്നതിന് ഇപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് കോഡിംഗിലൂടെ സാധ്യമാണ്. ആദ്യം തന്നെ വിശദമായ ഹാൻഡ് ഓൺ പരിശീലനവും വിഷയപരിജ്ഞാനവും നൽകുന്ന ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിൽ ചേരണം. ഒരു കോഴ്സ് എടുക്കുന്നതിന് മുൻപ് പാഠ്യപദ്ധതിയുടെ ഘടകങ്ങൾ പരിശോധിക്കണം. കോഴ്സിന്റെ സിലബസിൽ മെഡിക്കൽ എത്തിക്സ്, ടെർമിനോളജി, അനാറ്റമി, ഫിസിയോളജി, ICD-10CM ഡയഗ്നോസ്റ്റിക് കോഡിംഗ്, CPT കോഡിംഗ്, HCPCS കോഡിംഗ് തുടങ്ങിയ അവശ്യ വിഷയങ്ങൾ അടങ്ങിയിരിക്കണം. മെഡിക്കൽ റെക്കോർഡുകൾ രേഖപ്പെടുത്തുമ്പോൾ ഒരു മെഡിക്കൽ കോഡിംഗിന്റെ പ്രാധാന്യം എന്തെന്ന് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. കൂടാതെ ഫലപ്രദമായ ആശയവിനിമയം, പ്രശ്നപരിഹാരം, പരിസ്ഥിതിയോടുള്ള പൊരുത്തപ്പെടൽ, വിമർശനാത്മകമായ ചിന്ത തുടങ്ങിയ സോഫ്റ്റ് സ്കിൽസും ഈ കോഴ്സിലൂടെ കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഈ മേഖലയിലെ കരിയറിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഒരു മെഡിക്കൽ കോഡിംഗ് കരിയർ പിന്തുടരുന്നതിന് ബില്ലിംഗ് നടപടിക്രമത്തിനായി ശരിയായ മെഡിക്കൽ കോഡുകൾ പ്രയോഗിക്കുമ്പോൾ രോഗികളുടെ മെഡിക്കൽ റെക്കോർഡുകൾ വായിക്കാനും മനസ്സിലാക്കാനും ഒരു വ്യക്തിക്ക് വിശകലന കഴിവുകൾ ഉണ്ടായിരിക്കണം. ഈ മേഖലയിലെ ചില പ്രൊഫഷണൽ കോഡർമാർ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണ്. കൂടാതെ മെഡിക്കൽ കോഡിംഗ് പ്രൊഫഷണലുകൾക്ക് ഇൻ-ഔട്ട് ചികിത്സകൾ ലഭ്യമാക്കുന്ന സ്ഥലങ്ങളിൽ സർട്ടിഫൈഡ് ഇൻപേഷ്യന്റ് കോഡർ, സർട്ടിഫൈഡ് ഔട്ട് പേഷ്യന്റ് കോഡർ എന്നീ പേരുകളിലും ജോലി ലഭിക്കും. കൂടാതെ ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ സാങ്കേതിക വിദ്യയുടെയും ഡാറ്റയുടെയും സംയോജനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മെഡിക്കൽ കോഡിംഗ് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് അതിവേഗത്തിൽ കരിയർ പടുത്തുയർത്താൻ കഴിയും. മെഡിക്കൽ ബില്ലിംഗ്, ഓഡിറ്റുകൾ, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ വിവിധ മേഖലകളെ മനസ്സിലാക്കുന്നതിനായി മെഡിക്കൽ കോഡറുകൾക്ക് വിവിധ പ്രവർത്തനപരമായ കഴിവുകളും നേടാനാകും. കോഴ്സിന്റെ കാലാവധി 12 മാസത്തിൽ താഴെയാണ്. ഈ മേഖലയിലെ വിജയം പൂർണ്ണമായും പ്രൊഫഷണലിന്റെ തുടർച്ചയായ പഠന കഴിവുകളെയും വ്യവസായ വാർത്തകൾ, സമകാലിക കാര്യങ്ങൾ, പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവരുടെ ജിജ്ഞാസയും ആശ്രയിച്ചിരിക്കുന്നു.